ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയതോടെ പാലക്കാട് ഇത് ബി.ജെ.പിക്ക് സുവർണാവസരമെന്ന് വിലയിരുത്തൽ വന്നു. ശോഭാ സുരേന്ദ്രനോ മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കളോ സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹം പടർന്നു. എന്നാൽ 2021 മലമ്പുഴയിൽ മത്സരിച്ച തന്റെ വിശ്വസ്തൻ സി കൃഷ്ണകുമാറിനായി അപ്പോഴേക്കും കെ സുരേന്ദ്രൻ നീക്കം ആരംഭിച്ചിരുന്നു. തുടക്കത്തിൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ എതിർപ്പുകളെ നേരിടുകയായിരുന്നു കൃഷ്ണകുമാറിന്റെ വെല്ലുവിളി. പാർട്ടിയിലെ തർക്കം പരിഹരിച്ചുവെന്ന് കരുതിയെങ്കിലും ഒടുവിൽ കനത്ത പരാജയത്തിന് ആഭ്യന്തര പ്രശ്നങ്ങളും കാരണമായെന്നാണ് സൂചന. പരമ്പരാഗത ശക്തി മേഖലകളടക്കം ബി.ജെ.പിയെ കൈവിട്ടു. 2021 നഗരസഭ ഇ ശ്രീധരന് നൽകിയത് 6200 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. എന്നാൽ രണ്ടാം റൗണ്ടിൽ തന്നെ നഗരസഭ കൃഷ്ണകുമാറിനെ കൈവിട്ടു. ഇടയ്ക്ക് നഗരസഭയുടെ ചില പോക്കറ്റുകളിൽ മേധാവിത്വം തെളിയിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തേരോട്ടത്തെ തടയാനായില്ല. തോൽവിക്കപ്പുറം നഗരസഭാ മേഖലകളിലെ തിരിച്ചടി ബി.ജെ.പിയിൽ വലിയ ചർച്ചകൾക്കിടയാക്കും. നഗരസഭയിലെ ബി.ജെ.പി ഭരണത്തിനെതിരെ ഉയരുന്ന വികാരം കൃഷ്ണകുമാറിന് വെല്ലുവിളിയായി. രാഹുൽ ഇത് നേട്ടമാക്കി. ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ട 10,000-ൽ പരം വോട്ടുകൾ UDF പിടിച്ചെടുത്തു. പി സരിനും ഇതിന്റെ പങ്കുപറ്റി. കാത്തിരിക്കുന്നത് പാലക്കാട് ബി.ജെ.പിയിൽ വലിയ വിവാദകാലമാണ്. നഗരസഭാ ഭരണവും ചോദ്യം ചെയ്യപ്പെടും. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി. ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. തൃശൂരിലെ വിജയത്തിന്റെ തലപ്പൊക്കത്തിലായിരുന്നു ബി.ജെ.പി നേതൃത്വം. വോട്ടെടുപ്പ് പൂർത്തിയാവുന്നതിന് മുമ്പേ കെ സുരേന്ദ്രൻ പാലക്കാട് തൃശൂർ ആവർത്തിക്കുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പരാജയത്തിന് പിന്നാലെ സുരേന്ദ്രന്റെ ഈ നീക്കവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ബാധിച്ചിട്ടില്ലെന്നായിരുന്നു നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ തോൽവിയോടെ സന്ദീപ് വാര്യരുടെ മറുകണ്ഠം ചാടലും ബി.ജെ.പിയിൽ ചർച്ചയാവും. പാർട്ടിയുമായി നേരത്തെ ഉടക്കി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന് പാലക്കാട് സ്ഥാനാർത്ഥിത്വ മോഹമുണ്ടായിരുന്നു. ഒടുവിൽ നേതൃത്വത്തിന് വഴങ്ങിയെങ്കിലും ശോഭയ്ക്ക് പരാജയം പുതിയ നീക്കത്തിന് വഴിയൊരുക്കുകയാണ്. ചുരുക്കത്തിൽ ലോക്സഭയിലെ അക്കൗണ്ട് തുറക്കലിന്റെ പ്രഭയിൽ നിയമസഭയിലേക്ക് കണ്ണെറിയുന്ന ബി.ജെ.പിക്ക് പാലക്കാട് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.